യഥോധർമ്മ സ്തതോജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അയോധ്യ രാജ്യത്ത് ഇല്ല രാജാവായ ഋതുപർണൻ വിദർഭയിൽ ദമയന്തിക്ക് രണ്ടാം സ്വയംവരം നടക്കുന്നു എന്ന വിവരമറിഞ്ഞ് ആ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടി ബാഹുകൻ എന്ന തേരാളിയോട് ഒരു ദിവസം കൊണ്ട് അയോധ്യയിൽ നിന്നും വിദർഭയിൽ എത്തിക്കാൻ എന്നാവശ്യപ്പെടുകയും ആദ്യം ദമയന്തിയുടെ രണ്ടാം സ്വയംവരമെന്ന് കേട്ടപ്പോൾ പരിഭ്രമിച്ച ബാഹുകൻ എന്ന നളൻ അതെന്താണ്, അതിലെ വാസ്തവം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി ആ ചുമതല ഏറ്റെടുക്കുകയും ഒരു ദിവസം കൊണ്ട് തന്നെ അയോധ്യയിൽ നിന്നും വിദർഭയിലേക്ക് തേര് തെളിച്ച് മഹാരാജാവിനെ അവിടെ എത്തിക്കാമെന്ന് സമ്മതിച്ച് ബാഹുവൻ തെളിച്ച തേരിൽ ഋതുപർണ മഹാരാജാവ് കയറി യാത്ര ചെയ്യുന്ന വിവരമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. വളരെ ശീഘ്രഗതിയിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമായിരുന്ന ഋതുപർണ മഹാരാജാവ് തൻ്റെ ജീവിതത്തിലെ യാത്രാനുഭവങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരനുഭവമാണ് അന്ന് അനുഭവപ്പെട്ടത്. അതായത് ബാഹുകൻ തെളിക്കുന്ന ഈ തേര് ആ കുതിരകൾ ഓടുകയാണോ പറക്കുകയാണോ എന്ന് പോലും ഋതുപർണ മഹാരാജാവിന് സംശയം തോന്നത്തക്ക രീതിയിൽ അതിവേഗതയിൽ ആ തേര് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് ഋതുപർണ മഹാരാജാവിൻ്റെ ഉത്തരീയം കാറ്റിൽ പറന്ന് പുറത്തു പോവുകയും ഒന്ന് നിർത്തി ആ ഉത്തരീയം എടുക്കാൻ സമയം തരണം എന്ന് ബാഹുവിനോട് ഋതുപർണ മഹാരാജാവ് ആവശ്യപ്പെടുകയും, എന്നാൽ മഹാരാജാവേ, നിമിഷ നേരം കൊണ്ട് തന്നെ എത്രയോ യോജന നമ്മൾ മുന്നോട്ട് കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു, ഇനി ആ ഉത്തരീയം എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരിച്ചു പോവുക അസാധ്യമാണ് എന്ന് ബുദ്ധിമുട്ടാണ് എന്ന് മഹാരാജാവിനെ അറിയിക്കുകയും ആ രഥം മുന്നോട്ട് വീണ്ടും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. മഹാരാജാവ് ഋതുപർണൻ ഒരു കാര്യം മനസ്സിലായി. ഒരു ദിവസമെന്ന് മാത്രമല്ല, അര ദിവസം കൊണ്ട് തന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അയോധ്യയിൽ നിന്ന് നമ്മൾ വിദർഭയിലെത്തും എന്ന് ബോധ്യമായ മഹാരാജാവ് ഋതുപർണൻ നമുക്ക് അല്പം വിശ്രമിച്ചിട്ട് ഇനി യാത്ര തുടരാം എന്ന് പറയുകയും, ഇത് കേട്ട ബാഹുകൻ ഒരു താന്നിമരത്തിൻ്റെ ചുവട്ടിൽ ഈ തേര് നിർത്തുകയും ആ സമയത്ത് ആ താന്നിമരത്തിൽ നോക്കിയതിന് ശേഷം ഋതുപർണ മഹാരാജാവ് ബാഹുകനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൽ 5 കോടി ഇലകളും 1098 കായ്കളുമുണ്ട്. അതിനേക്കാൾ ആ വൃക്ഷത്തിൽ നിൽക്കുന്ന കായ്കളേക്കാൾ 100 എണ്ണം കൂടുതൽ മൂട്ടിൽ വീണ് കിടക്കുകയും ചെയ്യുന്നു എന്ന് ഋതുപർണ മഹാരാജാവ് ബാഹുകനോട് പറയുകയും, ഇത് കേട്ട് അത്ഭുതം തോന്നിയ ബാഹുകൻ, അല്ലയോ മഹാരാജാവേ, ഞാൻ ഇതൊന്ന് എണ്ണി നോക്കിക്കോട്ടോ എന്ന് ചോദിക്കുകയും തിരിച്ചുകൊണ്ട് ആയിക്കൊള്ളൂ എന്ന് മഹാരാജാവ് ബാഹുവിനോട് പറയുകയും, ബാഹുവൻ ആ വൃക്ഷത്തിൻ്റെ, അതായത് താന്നിമരത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഈ സർവ്വ കായ്കളും എണ്ണി നോക്കുകയും ചെയ്തു. എണ്ണി നോക്കി ബാഹുവിന് തന്നെ വളരെ അത്ഭുതം തോന്നി. മഹാരാജാവ് പറഞ്ഞത് പ്രകാരം ആ താന്നിമരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന കായ്കളുടെ എണ്ണം 1195 അപ്പോൾ മഹാരാജാവ് പറഞ്ഞ ഈ വൃക്ഷത്തിൽ നിൽക്കുന്ന കായ്കളുടെ എണ്ണം 1095 ആയിരിക്കുമെന്നും ആ ഇലകളുടെ എണ്ണവും സത്യമായിരിക്കുമെന്നും ബോധ്യമായ ബാഹുവൻ എന്ന നളൻ മഹാരാജാവിനോട്, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ഗണിത പാണ്ഡിത്യം വളരെ അപാരം തന്നെ, ആ വിദ്യ അങ്ങ് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ
ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു എന്ന് മഹാരാജാവിനോട് ബാഹുകൻ പറയുകയും ഇത് കേട്ട മഹാരാജാവ് ഋതുപർണൻ, അല്ലയോ ബാഹുക, എനിക്ക് ഗണിത വിദ്യ മാത്രമല്ല അക്ഷയവിദ്യ തന്നെ അറിയാം എന്ന് പറയുകയും അത് കേട്ട ബാഹുകൻ, അല്ലയോ മഹാരാജാവേ, അങ്ങ് ആ അക്ഷയവിദ്യ എനിക്കൊന്ന് പകർന്നു തന്നാലും ഞാൻ പകരമായി അങ്ങേക്ക് അശ്വഹൃദയ മന്ത്രം പറഞ്ഞു തരാം എന്ന് പറയുകയും ഉടൻ തന്നെ ഋതുപർണ മഹാരാജാവ് അക്ഷയവിദ്യ ബാഹുവിന് ഉപദേശിക്കുകയും ചെയ്തു. അക്ഷയവിദ്യ ഗ്രഹിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ബാഹുവിന് ഛർദ്ദിക്കണം എന്ന് തോന്നുകയും ആ വൃക്ഷത്തിൻ്റെ മറുഭാഗത്തേക്ക് പോയ ബാഹുവൻ ഉള്ളിൽ നിന്ന് കാർക്കോടക വിഷം, അതായത് കലി, ഛർദ്ദിക്കുകയും കലി തന്നെ പുറത്തു ചാടുകയും ചെയ്തു. കലിയെ കണ്ട നളൻ പെട്ടെന്ന് കോപിഷ്ഠനാവുകയും തൻ്റെ ഉള്ളിൽ തന്നെ ഈ രീതിയിലെല്ലാം കഷ്ടപ്പെടുത്തിയത് ഈ കലിയാണെന്ന് ബോധ്യമായി ഇരിക്കുകയായിരുന്ന നളൻ, അല്ലയോ കലി, ഞാൻ നിന്നെ ശപിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ഇത് കേട്ട കലി നളനോട് വളരെ വിനയപൂർവ്വം, അല്ലയോ ദയാശീലനായ കരുണാമയനായ നളമഹാരാജാവേ, അങ്ങ് എന്നോട് ക്ഷമിച്ചാലും വളരെ നാളുകളായി അങ്ങയുടെ ഉള്ളിൽ കാർക്കോടകൻ്റെ വിഷയത്തിൻ്റെ പീഡയേറ്റ് പിടയുകയായിരുന്ന ഞാൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങ് എന്നോട് ക്ഷമിച്ചാലും എന്നോട് പൊറുത്താലും അങ്ങ് എന്നോട് പൊറുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം. അങ്ങയുടെ നാമം ഉരുവിടുന്ന ഏതൊരു വ്യക്തിയെയും ഈ ഭൂലോകമുള്ള കാലമത്രയും ഞാൻ അവരെ ഉപദ്രവിക്കുന്നതല്ല എന്ന് പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ നളൻ എന്തുകൊണ്ടും കലിയോട് ക്ഷമിക്കാൻ തീരുമാനിച്ച് കലിയോട് അവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുകയും, എന്നാൽ കലി ഉടൻ തന്നെ ആ താന്നിമരത്തിൽ കയറിപ്പോവുകയും ചെയ്തു. അന്നു മുതൽ താന്നിമരത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും അതുവരെ ഏറ്റവും പ്രശസ്തമായ വൃക്ഷങ്ങളുടെയും കായ്കളുടെയും പട്ടികയിലുണ്ടായിരുന്ന താന്നിമരം അതോടുകൂടി അപ്രശസ്തമായി തീരുകയും ചെയ്തു. എന്നാൽ കലിയും നളൻ എന്ന ബാഹുവിനും തമ്മിലുള്ള ഇത്തരം സംഭാഷണങ്ങളൊന്നും ഋതുപർണ മഹാരാജാവ് കേട്ടതുമില്ല. കലി പുറത്തുപോയി എങ്കിലും കാർക്കോടകൻ്റെ ദംശനത്തിന് ശേഷം നളമഹാരാജാവിൻ്റെ ആ വിരൂപവേഷവും കുള്ളത്വവും മാറിപ്പോകാതെ ആ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ബാഹുവൻ തിരിച്ചു വന്ന് തേരിലേറി മഹാരാജാവിനെയും കൂട്ടി അതിശീഘ്രം വിദർഭയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. അങ്ങ് വിദർഭയിലെത്തിക്കഴിഞ്ഞ മഹാരാജാവ് കൊട്ടാരത്തിനടുത്ത് ബാഹുവൻ തേര് കൊണ്ട് നിർത്തി. തേരിൽ നിന്ന് പുറത്തിറങ്ങിയ മഹാരാജാവിന് ഒരു കാര്യം ബോധ്യമായി, ഇവിടെ ഒരു സ്വയംവരത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. എന്തുകൊണ്ട് താൻ ഇവിടെ സ്വയംവരത്തിനാണ് എത്തിയത് എന്ന വിവരം കൊട്ടാരത്തിൽ മഹാരാജാവിനെ അറിയിക്കണ്ട എന്നും തീരുമാനിക്കുകയും ഈ സമയം അയോധ്യ മഹാരാജാവായ ഋതുപർണൻ തൻ്റെ അതിഥിയായി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു എന്ന് വിദർഭ രാജാവ് ഭീമസേനൻ അറിയുകയും ഭീമൻ ഉടൻ തന്നെ വേണ്ടുന്ന പരിചാരകരെയും കൂട്ടി വളരെ ആദരപൂർവം ഋതുപർണനെ ആനയിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും അതിഥി കൊട്ടാരത്തിൽ അടുത്തു തന്നെ ഋതുപർണനെ താമസമാക്കുകയും ചെയ്തു. ഈ യാത്രാമധ്യയിൽ തന്നെ ഭീമൻ മഹാരാജാവ് ഋതുപർണൻ്റെ യാത്രാ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയും എന്നാൽ ഭീമ മഹാരാജാവുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന് ഭീമരാജാവിനെ അറിയിച്ചുവെങ്കിലും ഇത് വാസ്തവമല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് ഭീമ മഹാരാജാവ് ധരിച്ചുവെങ്കിലും അതൊക്കെ പിന്നീട് ചോദിച്ചറിയാം എന്ന ഉദ്ദേശത്തോടുകൂടി
ഋതുപർണനോട് വിശ്രമിക്കാൻ ആവശ്യപ്പെടുകയും ഋതുപർണൻ അപ്രകാരം അവിടെ വിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഋതുപർണ മഹാരാജാവിൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്ന ദമയന്തി ഒരു ദിവസമെന്നല്ല, അര ദിവസം കൊണ്ട് തന്നെ അങ്ങ് അയോധ്യ കൊട്ടാരത്തിൽ നിന്നും അയോധ്യ രാജ്യത്തിൽ നിന്നും ഇങ്ങ് വിദർഭയിലേക്ക് 100 യോജന ഇത്ര നിസ്സാര സമയം കൊണ്ട് തേർതെളിക്കണമെങ്കിൽ അത് അശ്വഹൃദയ മന്ത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്നും അശ്വഹൃത മന്ത്രം അറിഞ്ഞാൽ മാത്രം പോരാ, അതിലേറ്റവും പ്രാവീണ്യം നൽകിയ പ്രഗത്ഭനായിരിക്കണമെന്നും വിശ്വസിച്ച ദമയന്തി ഇത് തീർച്ചയായിട്ടും ഈ തേർ തെളിച്ച ബാഹുകൻ എന്ന വ്യക്തി നളൻ തന്നെ ആയിരിക്കാം എന്ന് തീരുമാനിക്കുകയും, എന്നാലും ഒരു രീതിയിലും രൂപസാദൃശ്യമില്ലായിരുന്ന നളനുമായി രൂപസാദൃശ്യമില്ലായിരുന്ന ബാഹുവിനെ വീണ്ടും പരീക്ഷിക്കാൻ തന്നെ ദമയന്തി തീരുമാനിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട ഒരു തോഴിയെ ഋതുപർണ മഹാരാജാവ് വിശ്രമിക്കുന്ന കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ തേരാളിയായ ബാഹുവിനെ വീക്ഷിച്ച് ആ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ തോഴിയെ പറഞ്ഞയക്കുകയും ചെയ്തു. ദമയന്തിയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയ തോഴി ഉപചാരപൂർവം കാര്യങ്ങൾ ബാഹുവിനുമായി സംസാരിക്കുകയും പർണാദൻ എന്ന ബ്രാഹ്മണൻ അങ്ങ് അയോധ്യ കൊട്ടാരത്തിൽ ചെന്ന് പാടിയ പാട്ട് ഈ ബാഹുവിനെ പാടിക്കേൾപ്പിക്കുകയും ഈ പാട്ട് കേട്ടുകഴിഞ്ഞ ബാഹുകൻ ഇപ്രകാരം പ്രതിവചിക്കുകയും ചെയ്തു: അലയോ തോഴി, പരിശുദ്ധയും നിഷ്കളങ്കയും പതിവ്രതയുമായ ഒരു ഭാര്യ ഏതവസ്ഥയിൽ തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ആ ഭർത്താവിനോട് പരിഭവിക്കുകയോ പിണങ്ങുകയോ ചെയ്യില്ല എന്നും സത്യസന്ധയും നിഷ്കളങ്കയുമായ ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് പൂർണ്ണമായും മനസ്സിലാകുന്നതാണ് എന്നും അങ്ങനെ മനസ്സിലാക്കിയ ആ സ്ത്രീ ഒരിക്കലും ഭർത്താവിനോട് പിണങ്ങുകയില്ല എന്നും അവർക്ക് ഒരിക്കലും ദുർഗതി വരുന്നതല്ല എന്നും പറയുകയും ഈ സമയം ബാഹുകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഇറക്കുകയും ഗദ്ഗതം കൊണ്ട് തുടർന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ ദമയന്തി കുറച്ചുകൂടെ ഇത് ഈ ബാഹുകൻ നളൻ തന്നെയാണ് എന്നുറപ്പിച്ചുവെങ്കിലും ഇത്രമാത്രം വിരൂപനുള്ള ഈ മനുഷ്യൻ നളൻ എങ്ങനെ ഈ അവസ്ഥയായി എന്നറിയാതെ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുകയും രഹസ്യമായി ഈ തോഴി നളനെ, അതായത് ബാഹുവിനെ വീക്ഷിക്കുകയും അത്ഭുതകരമായ രീതിയിൽ ഒരു തുള്ളി വെള്ളവുമില്ലായിരുന്ന കുടങ്ങളിൽ മന്ത്രം ജപിച്ച് വെള്ളം നിറയ്ക്കുന്നതും തീയില്ലാത്ത സ്ഥലത്ത് മന്ത്രം ജപിച്ച് അഗ്നി ഉണ്ടാക്കുന്നതും കയ്യിൽ കിട്ടുന്ന അഗ്നിയിൽ നിന്ന് കൈ പൊള്ളാതിരിക്കുന്നതുമായ അവസ്ഥകൾ നേരിൽ കണ്ട് വളരെ അത്ഭുതപരമായി ഈ വിവരങ്ങളും ദമയന്തിയെ ആ തോഴി അറിയിക്കുകയും തുടർന്ന് വളരെ വിശിഷ്ടമായ മാംസങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയച്ചവ പാകം ചെയ്ത് മഹാരാജാവിന് കൊടുത്ത നണലിൽ നിന്ന് അല്പം മാംസക്കറി വാങ്ങിക്കൊണ്ടുവന്ന് ദമയന്തി ഉപയോഗിച്ച് നോക്കുകയും നളപാചകൻ തന്നെ എന്ന് പൂർണ്ണമായി ഉറപ്പിക്കുകയും ചെയ്തു. എങ്കിലും വീണ്ടും തൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ആ ബാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തോഴിയോട് പറയുകയും തോഴി കൊണ്ടുപോയ ആ കുഞ്ഞുങ്ങളെ എടുത്ത് പെട്ടെന്ന് തന്നെ മടിയിൽ വെച്ച് ലാളിക്കുകയും ഈ സമയം കണ്ണുനീർ വാർക്കുകയും ചെയ്യുകയും ഇതേ പ്രായത്തിൽ ഇതേ രൂപത്തിൽ എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട് എന്ന് ആ തോഴി അറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ദമയന്തിക്ക് ഒരു കാര്യം ബോധ്യമായി:
എന്തുകൊണ്ടും ഇദ്ദേഹം പൂർണ്ണമായും നളൻ തന്നെയാണ്. ഏതെങ്കിലും കാരണവശാൽ എന്ത് കാരണത്താലാണ് ഈ രീതിയിലുള്ള വൈരൂപ്യം ഉണ്ടായതെന്ന് അറിയാൻ നിവൃത്തിയില്ല. ഇത്തരം വൈരൂപ്യം നിലവിലുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹം നമ്മളുടെ മുന്നിലേക്ക് എത്താത്തത്. എന്തായാലും ദമയന്തി തൻ്റെ മാതാവിനോട് പറഞ്ഞ് താൻ നടത്തിയ എല്ലാ പരീക്ഷണങ്ങളെക്കുറിച്ചും മാതാവിന് വിവരിച്ചു കൊടുക്കുകയും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എനിക്ക് ഇത് നളൻ തന്നെയാണ് എന്ന് ബോധ്യമായിരിക്കുന്നുവെന്നും ആയതിനാൽ നളൻ താമസിക്കുന്നിടത്ത് അദ്ദേഹത്തിനടുത്ത് പോയി സംവദിക്കാനുള്ള അവസരം ഒന്നുകിൽ ഉണ്ടാക്കിത്തരണമെന്നും ഇല്ലെങ്കിൽ ആ ബാഹുവിനെ തൻ്റെ അന്തഃപുരത്തിലേക്ക് വിളിച്ച് സംവദിക്കാൻ അവസരമുണ്ടാക്കണമെന്നും ദമയന്തി മാതാവിനോട് ആവശ്യപ്പെടുകയും മാതാവ് മഹാരാജാവിൻ്റെ അനുമതിയോടുകൂടി ബാഹുവിനെ ദമയന്തിയുടെ അന്തഃപുരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ദമയന്തിയുടെ അന്തഃപുരത്തിലെത്തിക്കഴിഞ്ഞ ബാഹുവിനെ ഇതുവരെ മറ്റെല്ലാവരും വിവരിച്ച് കണ്ട രൂപത്തിൽ നിന്നും നേരിട്ട് ബാഹുവിനെ കണ്ട ദമയന്തി അപ്പോഴുണ്ടായ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുക തന്നെ അസാധ്യമാണ്. കാരണം ഈ ഭൂലോകത്ത് അന്ന് നിലവിലുണ്ടായിരുന്നതിൽ ഏറ്റവും സുന്ദരനും സുഖരനും ആരോഗ്യ ദൃഢഗാത്രനുമായിരുന്ന നളമഹാരാജാവ് ഒരാളും മുഖത്ത് നോക്കാൻ പോലും അറയ്ക്കുന്ന വിരൂപനായും കുള്ളനായും ഇരിക്കുന്ന ഈ അവസ്ഥ കണ്ടപ്പോൾ അല്പസമയം സംസാരിക്കാൻ പോലും കഴിയാതെ നിശ്ചലയായി നിന്ന ദമയന്തി ആ ദമയന്തിയെ അകലെ നിന്ന് തന്നെ കണ്ടപ്പോൾ തൻ്റെ പ്രിയപത്നിയായിരുന്ന ദമയന്തി ഭൂലോകം എന്ന് മാത്രമല്ല ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരിയായിരുന്നു. അവളെ ഇപ്പോൾ കാണാൻ ജടപിടിച്ച തലമുടിയും കോലം കെട്ട ഈ രൂപത്തിൽ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ബാഹുവൻ അങ്ങനെ നിലത്ത് നോക്കി നിൽക്കുകയായിരുന്നു. എങ്കിലും ദമയന്തി ബാഹുവിനോട് ഇപ്രകാരം ചോദിച്ചു, അല്ലയോ ബാഹുക, ഞാൻ വളരെ ദീർഘ നാളുകളായി അങ്ങിൽ പല പരീക്ഷണങ്ങളും നടത്തുകയായിരുന്നു. എന്നെ കാരണത്തിൽ ഉപേക്ഷിച്ചു പോയ എൻ്റെ പ്രിയതമനായ നളൻ്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ ഗുണഗണങ്ങളും എല്ലാ ജ്ഞാനവും അങ്ങിൽ ഞാൻ ദർശിക്കുന്നു. എന്നാൽ ആ എൻ്റെ പ്രിയതമൻ്റെ രൂപവുമായി യാതൊരു സാദൃശ്യവുമില്ലാത്ത അങ്ങ് ആരാണ് എന്ന് എന്നെ അറിയിച്ചാലും എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ബാഹുകൻ എന്ന നളൻ ദമയന്തിയോടായി പറഞ്ഞു, അല്ലയോ ദമയന്തി, ഞാൻ നളൻ തന്നെയാണ് എന്ന് പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ ദമയന്തി അത്ഭുത പരവശയായി നളൻ്റെ വൈരൂപ്യം എല്ലാം മറന്ന് പ്രിയതമ എന്ന് അറിയാതെ വിളിച്ചു പോവുകയും ഈ സമയം നളൻ വീണ്ടും ദമയന്തിയോടായി പറഞ്ഞു, അല്ലയോ ദമയന്തി, എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല നമുക്കെല്ലാം ഈ ദോഷങ്ങളെല്ലാം ഉണ്ടായത്. ഇതെല്ലാം കലി ഒപ്പിച്ച പണിയാണ്. ഇപ്പോൾ ആ കലി എന്നിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. എങ്കിലും എൻ്റെ ഈ രൂപം മാറിയിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ തന്നെ നമ്മുടെ പഴയ എൻ്റെ രൂപമായ നളരൂപം തിരിച്ചു വരുത്താമെന്ന് പറയുകയും കാർക്കോടകൻ കൊടുത്ത വസ്ത്രം നളനെടുത്തണിയുകയും അത്ഭുതമെന്ന് പറയട്ടെ, ആ വൈരൂപ്യമായ ബാഹുകൻ്റെ രൂപം മാറി സാക്ഷാൽ നളൻ്റെ രൂപം തിരിച്ചു വരികയും ചെയ്തു. ഇത് കണ്ട വളരെയധികം സന്തോഷവും സന്തുഷ്ടയും ആഹ്ലാദവതിയുമായ ദമയന്തി പ്രാണനാഥ പ്രാണനാഥ എന്ന് വിളിച്ചുകൊണ്ട് മഹാരാജാവിനെ നളനെ കെട്ടിപ്പിടിക്കുകയും നളമഹാരാജാവ് ദമയന്തിയെ അങ്ങനെ പുണർന്നു നിൽക്കുന്ന സമയത്ത് കണ്ടുനിന്ന മഹാറാണിയും തോഴിമാരുമെല്ലാം ആനന്ദ കണ്ണീർ പൊഴിക്കുകയും അന്നേ ദിവസം കഴിഞ്ഞ 4 വർഷങ്ങളായി ദമയന്തിക്കും നളനും തനിയെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്ത് ആ ദിവസം കഴിച്ചു കൂട്ടുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ ഋതുപർണ മഹാരാജാവിൻ്റെ മുന്നിൽ എത്തിയ നളൻ താൻ ബാഹുവനായി അങ്ങയുടെ മുന്നിലെത്താനുള്ള സാഹചര്യവും ഇതുവരെയും അങ്ങയുടെ മുന്നിൽ ബാഹുവനായിരുന്നത് നളൻ എന്ന ഞാനാണെന്നും ഈ അങ്ങ് എന്നെ
സംരക്ഷിച്ചതിനും കൂടെ നിർത്തിയതിനും ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനാണെന്നും ഒക്കെ അറിയിക്കുകയും, എന്നാൽ മഹാരാജാവ് ഋതുവർണ്ണൻ, അലയോ നളമഹാരാജാവേ, എന്നെക്കാൾ ശ്രേഷ്ഠനായ മഹാരാജാവായ അങ്ങ് കേവലം എൻ്റെ ഒരു തേരാളിയായി കഴിയേണ്ടി വന്നു. ഞാൻ അറിയാതെയാണെങ്കിലും ഏതെല്ലാം രീതിയിൽ അങ്ങയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നെനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും, ഇല്ല മഹാരാജൻ, എനിക്ക് ഘട്ടത്തിൽ അഭയം തന്ന അങ്ങ് എന്ത് പോരായ്മ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ അവയെല്ലാം ഞാൻ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, എന്നും ഞാൻ അങ്ങയോട് കടപ്പെട്ടവനായിരിക്കും എന്നും അറിയിക്കുകയും, ഈ സമയം എല്ലാ വിവരങ്ങളും അറിഞ്ഞ ഭീമരാജാവ് അവിടെ എത്തി ഋതുവർണ്ണ മഹാരാജാവിനോട് ഒരു സ്വയംവരം നടത്തുകയാണ് എന്ന വിവരം അറിയിച്ചാണ് അങ്ങിവിടെ എത്തിയത് എന്ന് ഞാൻ അറിഞ്ഞു. ആ വിവരമൊന്നും ഞാൻ അറിഞ്ഞതല്ല. ഈ നളനെ കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടി എൻ്റെ മകൾ ഒൽപ്പിച്ച ഒരു സൂത്രമാണത്. അങ്ങയെ പരിഹസിക്കുകയാണെന്ന് ധരിക്കാതെ അങ്ങനോട് ക്ഷമിക്കണം എന്ന് ഭീമ മഹാരാജാവ് ഋതുവർണ്ണനോട് ആവശ്യപ്പെടുകയും, അല്ലയോ മഹാരാജാവേ, ഈ നിങ്ങളുടെ കൊണ്ടായ ഇത്തരം ദുരനുഭവങ്ങളിൽ സന്തുഷ്ടമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചെത്തിയതിൽ ഞാനും വളരെയധികം സന്തോഷവാനും സന്തുഷ്ടനുമാണ് എന്നും, നളൻ മഹാരാജാവിനോടും ഭീമ മഹാരാജാവിനോടും ദീർഘനാളുകളുള്ള സൗഹൃദം തന്നെയാണ് എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായി ഉള്ളതെന്നും പറഞ്ഞ് മഹാരാജാക്കന്മാരോട് യാത്ര പറഞ്ഞ് ഋതുവർണ്ണൻ തൻ്റെ അയോധ്യ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും, ഏതാനും നാളുകൾ വിദർഭയിൽ തന്നെ നളനും ദമയന്തിയും താമസിച്ചതിനു ശേഷം വിദർഭയിലെ പടയാളികളുമായി അങ്ങ് നിഷാദ രാജ്യത്തെത്തുകയും തൻ്റെ അനുജനായ പുഷ്കരനോട് ചൂത് കളിക്കാൻ ആവശ്യപ്പെടുകയും, ചൂത് കളിക്ക് നീ തയ്യാറായില്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയും, പുഷ്കരൻ നളനുമായി ചൂത് കളിക്കുകയും, അങ്ങനെ അക്ഷവിദ്യ സ്വയബദ്ധമാക്കിയിരുന്ന നളൻ വളരെ നിസ്സാരമായി തന്നെ പുഷ്കരനെ തോൽപ്പിച്ച് തനിക്ക് നഷ്ടപ്പെട്ട രാജ്യവും എല്ലാം തിരിച്ചെടുക്കുകയും, എടുത്തതിന് ശേഷം, പുഷ്കര, നീ വളരെ ദുഷ്ടനാണ്, എൻ്റെ അനുജനാണെങ്കിലും ചൂതുകളിയിൽ നിന്നോട് ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഒറ്റ വസ്ത്രം മാത്രമായി വനത്തിലേക്ക് തള്ളിവിട്ട നിന്നെ ഞാൻ അപ്രകാരം പകരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിനക്ക് മുൻനാളുകളിൽ ഞാൻ നൽകിയിരുന്ന സർവ്വ സുഖ സൗകര്യങ്ങളും നിനക്ക് തിരിച്ചു നൽകുന്നു എന്ന് പറയുകയും, ആ നിഷാദ രാജ്യത്തുള്ള ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദചിത്തരായി ആനന്ദ നൃത്തമാടുകയും നളൻ തിരിച്ചു വന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുകയും, വളരെ ദീർഘനാൾ നളൻ പ്രശസ്തനായ രാജാവായി ദമയന്തിയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം വാഴുകയും ചെയ്തു. ഈ കഥ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവിനോട് മൃഗശമ മഹർഷി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, നളമഹാരാജാവിനുണ്ടായ ഇത്തരം അനുഭവം, ഇത്ര ക്രൂരമായ അനുഭവം താങ്കളുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ചൂതിലൂടെ രാജ്യം നഷ്ടപ്പെട്ടു എങ്കിലും ഭാര്യയും സഹോദരങ്ങളുമെല്ലാം ഇപ്പോഴും അങ്ങയോടൊപ്പം ഉണ്ട്. മാത്രമല്ല, ശ്രേഷ്ഠന്മാരായ അനേകം ഋഷിവര്യന്മാരും ബ്രാഹ്മണശ്രേഷ്ഠന്മാരുമെല്ലാം അങ്ങേക്ക് ഉപദേശിക്കാനും അനേകം ഭൃത്യജനങ്ങളും അങ്ങയോടൊപ്പം ഉണ്ട്. അങ്ങേക്ക് നഷ്ടപ്പെട്ടത് രാജ്യം മാത്രമാണ്, അങ്ങ് തിരിച്ചു നേടുകയും ചെയ്യും എന്ന് അറിയിക്കുകയും മൃഗദശമ മഹർഷി പാണ്ഡവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. മഹാഭാരത കഥകൾ, പാണ്ഡവരുടെ വനവാസത്തിൻ്റെ പുനർഭാഗങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. ഈ ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് ശേഷമോ കാണുന്നതിന് മുമ്പോ സബ്സ്ക്രൈബ് ചെയ്യണമേ ചെയ്യാൻ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.